പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5-17 വാക്യം. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നാം നമ്മുടെ മാതാപിതാക്കന്മാരാൽ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ, നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ നമ്മളിൽ വെളിപ്പെടാറുണ്ട്. എന്നാൽ നാം കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനെ ധരിച്ച് പുതിയ ശക്തി പ്രാപിച്ച് പുതിയ കൃപയോടെ ജീവിക്കണം എന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. ഗലാത്യലേഖനം 4-19 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം എന്ന് ഞാൻ പിന്നെയും പ്രസവവേദന എന്നായി പറയുന്നു. അതായത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകണം, പിന്നെയും അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സ്ത്രീ പ്രസവവേദന വിടുന്ന പോലെ ആ ജനത്തിന് വേണ്ടി താൻ കഷ്ടപ്പെടുന്നതായിട്ട്, താൻ പ്രാർത്ഥിക്കുന്നതായിട്ട്, താൻ ഞെരുങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവർ ക്രിസ്ത്യാനികളാണ്, ദൈവമക്കളാണ്, ദൈവസഭയിൽ കൂടി വരുന്നതാണ്. പക്ഷേ സ്വഭാവത്തിൽ വ്യത്യാസമില്ലാതെ ജാതികളെ പോലെ അല്ലെങ്കിൽ ജഡികരെ പോലെ ജീവിക്കുമ്പോൾ അപ്പോസ്തലൻ അവരെ കണ്ടിട്ട് പറയുകയാണ്, പ്രസവവേദന പെടുന്ന പോലെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു, ഞരങ്ങുന്നു. കാരണം അവരുടെ ഉള്ളിൽ ക്രിസ്തു ഇതുവരെയും ജനിച്ചിട്ടില്ല. ക്രിസ്തു ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരുകയുള്ളൂ. എഫെസ്യലേഖനം 4-22 വാക്യത്തിൽ വായിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആത്മാസംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ, നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ നമ്മുടെ മുമ്പിലത്തെ നടപ്പ് ഒരു മാറ്റം വരണം. നമ്മുടെ ജീവിത ശൈലിക്ക്, നമ്മുടെ പ്രവർത്തന ശൈലിക്ക്, നമ്മുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക്, ജീവിതത്തിന് തന്നെ ഒരു രൂപാന്തരം സംഭവിക്കണം. അതാണ് പുതിയ സൃഷ്ടി എന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നവരായിരുന്നു. എന്നാൽ നാം രൂപാന്തരം പ്രാപിക്കുമ്പോൾ, പുതിയ സൃഷ്ടിയാവുമ്പോൾ അവിടെ പറയുന്ന സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി ജീവിക്കണം. ഗലാത്യലേഖനം 2-20 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഞാൻ ഈ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ്. അപ്പോൾ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്ക വേണം, എൻ്റെ സംസാരം കേൾക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശബ്ദം തിരിച്ചറിയത്തക്ക വേണം. ക്രിസ്തുവിന് അനുരൂപമായി ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടുവാൻ ജീവിതത്തെ സമർപ്പിക്കപ്പെടുന്നതാണ് ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത്. അങ്ങനെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇതിന് വ്യത്യസ്തമായ ജീവിത ശൈലികളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഒരു പുതിയ സൃഷ്ടിയായി, ദൈവത്തിന് അനുരൂപമായി, ദൈവം പ്രസാദിക്കുന്ന ഒരു ആത്മീയ അനുഭവം നമ്മൾ വെളിപ്പെടുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്നതിൻ്റെ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി, ദൈവാനുരൂപമായി അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.